നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 3:19-20 വാക്യം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ഹല്ലേലൂയ. വചനം പറയുന്നു, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്. ഇന്ന് പാപത്തെ ഓർത്ത്, ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ജീവിക്കാതെ ഇവിടെ കർത്താവ് നമുക്ക് വഴി ഒരുക്കിയതാണ്. മായ്ച്ചു കളയുന്നത് വീണ്ടും അത് വെളിപ്പെട്ട് വരത്തില്ല. കർത്താവാണ് മായ്ച്ചു കളയുന്നത്. യേശു തന്റെ രക്തത്താലാണ് നമ്മുടെ പാപങ്ങളെ കഴുകി കളയുന്നത്. പാപങ്ങൾ മായ്ച്ചു കളയുകയാണ് ഇവിടെ. മാനസാന്തരപ്പെടണം. എപ്പോഴാണ് നമ്മുടെ പാപങ്ങൾ മായ്ഞ്ഞു കിട്ടുന്നത്? നമ്മൾ മാനസാന്തരപ്പെടുവാൻ ഒരുക്കമാണോ? ഞാൻ ചെയ്തത്, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോകുന്നത് തെറ്റാണെന്ന് ദൈവസന്നിധിയിൽ ഏറ്റു പറയുവാൻ, അംഗീകരിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ ദൈവസന്നിധിയിൽ അത് ഏറ്റു പറയുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞിട്ട് ചെയ്തു പോയ ഈ നിമിഷത്തിൽ നിങ്ങൾ ചെയ്ത തെറ്റുണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ വചനം പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്. നമ്മുടെ എല്ലാ പാപവും മാഞ്ഞു കിട്ടും. നിങ്ങളുടെ എല്ലാ കുറവുകളും കർത്താവ് മാറ്റും. നിന്റെ പാപം എത്ര കടുചുവപ്പാണെങ്കിലും അതിനെ മാറ്റുവാൻ കഴിയുന്ന യേശുവിന്റെ രക്തം ഇന്നുണ്ട്. ആ യേശുവിനെ ഞാനും നിങ്ങളും വിശ്വസിച്ച് അവന്റെ സന്നിധി നമ്മുടെ കുറവുകളെ നമ്മൾ ഏറ്റു പറയുമ്പോൾ മാനസാന്തരപ്പെടുക. ചെയ്ത തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കാതെ, ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും ചെയ്യാതിരിക്കുവാൻ, ആ കർത്താവിന്റെ പാതയിൽ നിൽപ്പാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. മാനസാന്തരപ്പെട്ട് തിരിയണം. ഞാൻ ഒരുക്കമാണോ മാനസാന്തരപ്പെടുവാൻ? അവന്റെ രക്തത്താൽ നിന്നെ കഴുകി ഇന്ന് ശുദ്ധീകരിക്കും കർത്താവ്. ആരോടും പറയാതെ രഹസ്യത്തിൽ ഞാൻ വെച്ചിരിക്കുന്ന രഹസ്യമുണ്ടല്ലോ, ആരോടും പറയാതെ വെച്ചിരിക്കുന്ന രഹസ്യങ്ങളുണ്ടല്ലോ. എന്നാൽ ഹല്ലേലൂയ, ആ രഹസ്യങ്ങളെ ഓർത്ത് പാപഭാരമാണോ ഇന്ന് നിമിഷവും നിനക്ക് ജീവിതത്തിൽ? ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറയണം, യേശുവേ എന്റെ കുറവിത, യേശുവേ നിന്റെ രക്തത്താൽ എന്നെ കഴുകണം. ഞാൻ ആ പാപം വഴി വിടുവാൻ ആഗ്രഹിക്കുന്നു. ആ പാപത്തിന്റേതായ ജീവിതം ഉപേക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിൽ പാപമെന്ന് നിനക്ക് തന്നെ തിരിച്ചറിയുന്ന വഴികളുണ്ടല്ലോ, ആ വഴിയിൽ ഇനി നടക്കാതെ ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഏറ്റു പറയുക. മാനസാന്തരപ്പെടെ കർത്താവിനോട് നീ ഏറ്റു പറഞ്ഞോ. നിന്റെ വെളിയിലുള്ളവർ നിന്റെ കുറ്റം വിധിക്കാം, നീ അതിനെ കാര്യമാക്കണ്ട. നിന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം അത് വെളിപ്പെടുത്തി കാണിക്കും. നീ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുക, കർത്താവിനോട് അത് ഏറ്റു പറയുക, അത് വീണ്ടും ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കുക. ചെയ്ത തെറ്റ് ദൈവസന്നിധിയിൽ പറയുമ്പോൾ യേശു തന്റെ രക്തത്താൽ കഴുകും. അത് അവിടെ കഴുകി നീക്കുകയാണ്. വീണ്ടും അത് തെളിഞ്ഞു വരത്തില്ല. അത് യേശു അത് എന്നേക്കുമായിട്ട് കഴുകി ശുദ്ധീകരിക്കുക. മനസാന്തരപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പിന്നെ ആശ്വാസ കാലമാ വരുന്നേ. ആ പാപം നിന്നെ വീണ്ടും അലട്ടത്തില്ല. നിനക്ക് ആശ്വാസ കാലം തരുന്ന കർത്താവ് നിന്റെ ജീവിതത്തിൽ. ഇതുവരെ നിനക്ക് ആശ്വാസമില്ലയോ? ഇതുവരെ നിനക്ക് സമാധാനമില്ലയോ? ഇന്ന് ഈ നിമിഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുക. നിന്റെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നിനക്ക് ആശ്വാസകാലം വരും. നിന്റെ സകല പാപവും യേശു തന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കും. സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ജീവിതം കർത്താവ് നിനക്ക് ഒരുക്കിയിരിക്കുക. ഞാൻ നിങ്ങൾ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മളെ തന്നെ ഒരുക്കണം. ദൈവസന്നിധി നിരപ്പ് പ്രാപിക്കണം. മാനസാന്തരപ്പെടണം. ചെയ്ത തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിപ്പാനല്ല, ആ ചെയ്ത തെറ്റുകളെ ഏറ്റു പറയണം ദൈവത്തോട്. ദൈവകരങ്ങളിൽ അത് ഏൽപ്പിച്ചു കൊടുക്കണം. ഈ വചനം നമ്മൾ വായിക്കുമ്പോഴും ഈ വചനം നമ്മൾ കേൾക്കുമ്പോഴും ഓരോ നിമിഷവും നമ്മളെ തന്നെ ശോധന ചെയ്യണം, നമ്മളെ തന്നെ ഒരുക്കണം. നമുക്ക് മറ്റുള്ളവരെ വിധിപ്പാൻ നമുക്ക് എളുപ്പമാ, എന്നാൽ നമ്മളെ തന്നെ ഒന്ന് സൂക്ഷിക്കുക, നമ്മളെ തന്നെ ഒന്ന് ഒരുക്കുക. കർത്താവ് അതാ ആഗ്രഹിക്കുന്നത്. പാപം ചെയ്യാത്തത് ആരുമില്ല, കുറവുകളില്ലാത്ത ആരുമില്ല. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ തന്റെ കുറവുകളെ ഏറ്റു പറയുമ്പോൾ അവൻ നമ്മളെ കഴുകി ശുദ്ധീകരിക്കും. നിനക്കൊരു നല്ല ജീവിതം ഒരുക്കി വെച്ചിരിക്കുക. ഈ വചനങ്ങൾ അതേമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ പിതാവെ, സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് സ്തോത്രം. അപ്പാ, നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആരോഗ്യം തന്നതിനായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കാലിന്റെ മുട്ടുകൾക്ക് വേദന അനുഭവിക്കുന്ന വ്യക്തി അപ്പാ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ആ കാലിന്റെ മുട്ടിന്റെ വേദന യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ കർത്താവെ. പൂർണ്ണ ആരോഗ്യം നിന്റെ മക്കൾക്ക് നീ കൊടുത്തിരിക്കുക
സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ ആരോഗ്യമാണല്ലോ നിന്റെ ദാനം കർത്താവെ. നിന്റെ മക്കളുടെ മേൽ നീ ആരോഗ്യത്തെ അയച്ചിരിക്കുക. സ്തോത്രം കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ. കഴിഞ്ഞ കാല ജീവിതത്തിന്റെ പാപഭാരത്തെ ഓർത്ത് കർത്താവെ, ജീവിതത്തിൽ മുന്നോട്ട് ആ പാപഭാരം കാരണം ജീവിതത്തിൽ മടുപ്പ് അനുഭവിക്കുന്ന ഒരു വ്യക്തി യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അപ്പ ആ മകൻ ഈ നിമിഷം ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടുമ്പോൾ കർത്താവെ, നീയാണല്ലോ ആ മകൻ ആശ്വാസ കാലം കൊടുക്കുന്നത് കർത്താവെ. മകന്റെ ജീവിതത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഒരു പുതുക്കം കർത്താവെ നിന്റെ മകന്റെ ജീവിതത്തിൽ നീ കൊടുത്തിരിക്കുക. സ്തോത്രം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ മക്കളും തിരുപ്പാദത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്മകളാൽ നിറച്ചിരിക്കുക. സ്തോത്രം. നീ ഓരോ മക്കളെയും അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.